ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല കുറച്ച് ഫ്രണ്ട്സ് കൂടി ഉണ്ട്. അത് എല്ലായിടത്തേക്കും പോയി നോക്കാം. ഹായ് ജിഫിൻ, എന്താണ് ഊട്ടിയിൽ വട്ടം? വാഹു, അതുണ്ട് ഇജ്ജ് കത്തിക്കണേ. നല്ല തണുപ്പാണ്. നമ്മൾ വന്ന വണ്ടി സൈഡാക്കിക്കണേ. അക്ഷയ് ബ്ലോഗൻ കിടിലൻ നിഹാദി ഇത് പൂട്ടിയോ? നിഹാദ് സൈഡാണ്. വ്ളോഗാണ് എന്താളിയാ. നമ്മള് രാവിലെ ആവാൻ വേണ്ടി കാത്തിക്കാണ്. ഇവിടെ വേറെയും കുറേ ടീമുണ്ട്. വണ്ടിയൊക്കെ സൈഡായിക്കണ്. ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ നോക്കുക കേട്ടോ. മണ്ണില്ല. ഫുള്ള് സെറ്റായിട്ട് കാണാം. ഡ്രാഗൺ കുഞ്ഞി. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അസീം ക്യാമ്പ് ഫയർ. അൽഫാം ഉണ്ടാക്കി ഓർമ്മ യെസ്. അസീം എന്താ പറയല്ലേ? കൂടുതലൊന്നും പറയാല. ഊട്ടിയിൽ തണുപ്പില്ല എന്ന് പറഞ്ഞോട് എന്താ പറയല്ലേ? തണുപ്പുണ്ട്, അത് വെറും മോശപ്പെട്ടല്ല. തെറ്റിദ്ധാരണ വരത്തൽ മാത്രമാണ്. നട്ടുച്ചക്ക് വ്ളോഗ് എടുത്തുകാണ്ട് ഊട്ടിയിൽ തണുപ്പില്ല എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ തണുപ്പുണ്ടാവില്ല. പക്ഷെ ഇന്ന് 1/1/2026 ഇപ്പൊ സമയം ഫോൺ ഇതാ 2:20. 2:20 2:20 3 മണിയാണേക്കും. 3 മണി. ഇപ്പോൾ മറ്റേ മഞ്ഞ് വീണ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. രാവിലെ നീച്ചും പറയാ മഞ്ഞുണ്ടാവുമോ? ഞാൻ പുതിയ വ്ളോഗ് തുടങ്ങി. 2026 ന്യൂ ലൈഫ് ന്യൂ ബിഗിനിങ്. യെസ്. റയാനെന്താ പറയല്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് 2026 ഫസ്റ്റിനെ പറ്റി വണ്ടി സൈഡ് പറഞ്ഞോ. 2026 നമ്മൾ തിരിച്ചു ചെയ്തു. എന്റെ ജീവിതം ഇങ്ങനെ മറിക്കും. യെസ്. കുറച്ച് പരിപാടികളുണ്ട്. പൊളിക്കും നമ്മള്. ഇവിടെ കുറെ നമ്മളല്ലാത്ത കുറെ ടീമുണ്ട്. നമ്മുടെ ടീമല്ല. ഞാന് എന്താ പറയാ, നമ്മളിവിടെ റൂമൊന്നും എടുത്തിട്ടില്ല, വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ വണ്ടിയിൽ സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ ആളും തിരക്കൊക്കെ അല്ലേ സ്ഥലത്ത് നിൽക്കണം. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടിൻ്റെ മുമ്പിലും കുറേ ആൾക്കാരുണ്ട്, ബാക്കിലും കുറേ ടീമുണ്ട്. മലയാളികളാണ് കുറേ. ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. ഉറപ്പായിട്ടും പൊളിക്കും. എന്തോണ്ടാ കൈ കോച്ചിട്ട് ഇതെന്നാ വരിക യൂട്യൂബില്? ഇത് 2-ാം തീയതി ഇത്രയും നേരം ഫുൾ കോസ്റ്റ്യൂമിൽ നിന്ന് അക്ഷയ്. അതെ, പാണ്ഡ്യണ്ണൻ. അണേ പൂട്ടി കിടക്കുവാ. പൂട്ടി രാജാ. തണുപ്പടി കുറച്ച് ഫ്രണ്ടിക്ക് നടന്നു പോവാണ്. നമ്മള് കുറച്ച് ഫ്രണ്ടിക്ക് അതിന് നടന്നു പോകണം. അക്ഷയെ നമ്മള് ഫ്രണ്ടിക്ക് പോയാൽ നമ്മള് രാവിലെ
കരുതുന്ന സ്ഥലം നമ്മളവിടെ ഉണ്ടോ നോക്കണം. തണുപ്പുണ്ടോ? തണുപ്പ് തണുപ്പില്ല. ഊട്ടിയിൽ തണുപ്പില്ല എന്ന് പറഞ്ഞ ഓരോട് എന്താ പറയാ ഓലെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റി ഒരു ദിവസം വെച്ചാലും പറയും തണുപ്പില്ല. ഊട്ടിൽ തണുപ്പാണ്. ഇവിടെ ഒക്കെ ഫുള്ള് വണ്ടികളാട്ടോ. വേറെന്നവർക്ക് ഇപ്പൊ വരാം. അതെ, ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞത് ഇന്ന് 1 ഫോൺ എൻ്റെ അടുത്തുണ്ടോ? 1/1/2026. ഇപ്പൊ സമയം 3 മണി. മഞ്ഞൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ കാണിച്ചു കാട്ടില്ല. എന്നുള്ള അറിയുണ്ടാവട്ടോ. ഇതൊക്കെ ഉറങ്ങണ നിർത്തിട്ടാട്ടോ വണ്ടി. മല്ലിപ്പൂ കിടക്കുമ്പോ നമ്മള് ഒന്നുകൂടി വൈബാക്കാൻ വേണ്ടി ബോക്സ് എടുക്കാൻ കരുതിട്ടോ. നമ്മളെ കമ്പനിക്കാരൻ സ്വന്തം ബോക്സ് എടുക്കാന്ന് പറഞ്ഞത് ഒക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മള് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് 9 മണിയൊക്കെ ആയപ്പോഴാണ്. ഒരു 7 മണിക്ക് ജിഫി മെസ്സേജ് പറഞ്ഞു അവിടെ ബോക്സ് ഇല്ല, ചാർജ് കയറുന്നില്ല. ഞാന് ഒന്ന് കൊണ്ടോട്ടെ ചാർജ് കയറ്റാൻ. ആ ചാർജ് ഇപ്പോഴും കയറിയിട്ടില്ല. എന്നിട്ട് നമുക്ക് ഓന്റെ പെരിയുന്നതിന് ഫുഡ് നമ്മള് പെരിയിൽ ഫുഡ് കഴിക്കാൻ പിന്നെ നമുക്കൊന്നും ഉണ്ടാകില്ല. അതെ, ഫുഡ് കിട്ടിയപ്പോ 4% ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ എന്താ മട്ടന്നോളെ. അപ്പൊ അത് നോക്കിട്ട് കാണാം. 4 ആള് പോരാണോ കപ്പള അസീമിന്റെ കുട്ടിയപ്പോ ഊട്ടിക്ക് വരാം. ഡെസേർട്ട് ട്രിപ്പ് ദുബായ് പോയേക്കുക. എന്താണ് എന്തോ പറയില്ല. ഇത് വരും ബ്ലോഗ് വരും. നമ്മളെ ഗൾഫുകാരനാണ്. 2, 3, 4, 5, 6, 7 വ്യൂസ്. എന്താ പരിപാടി? നല്ല ക്യാബ് കൂടി. ഇതിലും കുറച്ച് തെരഞ്ഞു നടന്നു. എന്നാലും അണ്ണന്മാരുണ്ടാക്കി തന്നത് ഞങ്ങൾ കൊറേ ശ്രമിച്ചു, നടന്നില്ല. കൈവില്ല അതിന്റെ കൈവ് നമ്മക്കില്ല. അണ്ണന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ +2 കഴിഞ്ഞ മുതൽ പ്ലാൻ ചെയ്ത് നടത്തിയൊരു ട്രിപ്പാണിത്. പക്ഷെ ഞങ്ങൾ ഇതിന്റെ മുമ്പ് പൊന്നാനി പോയി. അന്നിബല്ല ഇവന് കുറച്ച് ഡ്യൂ ടു പിന്നോട്ട് നിൽക്കുന്ന ഒരു ചിന്താഗതിയിലുള്ള ആളാണ്. പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്ക കുറവാണ്. എന്താ പറയാ 19 കടന്നു. കാഴ്ചപ്പാടും പക്ഷെ 10-20 വയസ്സ് മൂപ്പിലായാണ് തോന്നുന്നത് നമ്മൾ ഇറക്കെ. എന്നിട്ട് നമ്മള് 3 ദിവസം കൊണ്ടാണ് ഈ ട്രിപ്പ് ഓണാക്കിയത്. വണ്ടി കിട്ടി. നമുക്ക് പെട്ടെന്ന് ആക്കേണ്ടതുണ്ടായിരുന്നു. നമ്മള് വേഗം 3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് വണ്ടിക്ക് ബുക്ക് ചെയ്ത്. വണ്ടി കിട്ടാനില്ല, കാരണം ക്രിസ്മസ് ലീവൊക്കെ 2 തീയതി കരുതിയിരുന്നു. പക്ഷെ പെട്ടെന്ന് 1 ദിവസം കൊണ്ട് പ്ലാൻ മാറ്റി. പ്ലാനായിട്ട് 31-ാം തീയതി പോകാന്നില്ലേ നമ്മൾ സെറ്റാക്കി. അപ്പം നമ്മൾ ആദ്യം നിന്നിടത്തേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ കുറേ പുതിയ ടീമുകൾ വന്നിട്ടുണ്ട്. യെസ്, നമുക്ക് ഇനി ഉറങ്ങിയേക്കണം. കാരണം ഡ്രൈവറിന് അക്ഷയ്ക്ക് ഉറക്കം കൊടുക്കണം. അപ്പൊ നാളെ മോർണിംഗ് ഞങ്ങൾ വരും. നമുക്ക് ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ മോർണിംഗ് കാണാം. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടില്ലേ? വരുന്ന വഴിക്ക് നമ്മൾ ചുരം കയറിയപ്പോൾ ഒരു 1.5 കിൻഡല് കാട്ടുകൂത്തിനെ കണ്ടു. പിന്നെ നമ്മളൊരു നീലഗിരി താറിനെ കണ്ടു. അതിനെന്താ പറയാ, മറ്റേ കലമാന അങ്ങനെ എന്തോ. നീലഗിരി താറിന്റെ മലയാളം എന്താ? എന്തിനു നേരത്തെ പറഞ്ഞല്ലോ. മോർണിംഗ് വ്യൂ. സമയം രാവിലെ 6:50. കാലിത്താൻ സാധ്യത. ഹൗ മച്ച് ദ വെദർ? അപ്പോൾ നമ്മളെ ഡേ 1 ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? കിടിലം വ്യൂ ആണ്. എല്ലാവരും ഓരോ സ്ഥലത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ? പറയാനേ രാവിലെ ആയതുകൊണ്ട് സൗണ്ടൊന്നുമില്ല. നമ്മളും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അസീബോടെ ഒറ്റയ്ക്ക് ഞാനിപ്പോൾ വരട്ടോ. അസീബോടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അസീബ് എങ്ങനെയുണ്ട്? എപ്പോഴും നമ്മൾ ഉറങ്ങിയത് 4 മണിക്ക് ഉറങ്ങി.
5 മണിയാകുമ്പോ നിഹാദിന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നയിച്ചു. അത് കഴിഞ്ഞ് ഉറങ്ങിയപ്പോ റയാന് ഒച്ച കൂർക്കം വെച്ചു. പക്ഷെ വ്യൂ വേണോ സിവേ? നല്ലൊരു വ്യൂ ആണ്. രാവിലെ നീച്ചോളൂ മുതലായി ഫ്രെയിമിന് കിട്ടില്ല. കണ്ണോണ്ട് കാണുന്ന ഇതാ നമ്മളെ മെയിൻ വീഡിയോഗ്രാഫർ ജിഫിൻ അലി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നതായിരുന്നു. അസീബുണ്ട്, റയാനുണ്ട്, ബാക്കിയുള്ളവർ പിന്നെ അതിൽ പോകുന്നുണ്ട്. അപ്പോൾ അസീബിന് 2 ഫോട്ടോ കൂടി വേണം. അസീബിന് ആരാധകർ ഫോട്ടോ ചോദിക്കുന്നുണ്ട്. റയാനും ഈ വെയിലത്തുനിന്ന് വേണം. അപ്പോൾ ബാക്കി കാണാം. അസീബേ, ഫുഡ് എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നല്ല പൂരിയും ബാക്കിയും ഈ ശരിക്കും എടുക്കുമ്പോൾ എന്താ വേണ്ടത്? എനിക്ക് ഫുഡിന് പൂരി ചായ്. മഞ്ഞ് പെയ്യണില്ല, പക്ഷെ എന്താ പറയാ നല്ല കോടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലും ഒന്ന് മറ്റേ ഒരു വോയിസിൽ പറയണ മാതിരി മഞ്ഞ് വെളിച്ചം. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കണം. നമ്മളിങ്ങനെ ഏരിയ ഒന്ന് കാണിച്ചു തരാം. നല്ല കിടില ഏരിയ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫോണിന് വെയിറ്റ് ചെയ്യണേ. നമുക്ക് എന്താ പറയുക ഫോട്ടോസ് ഇനി എടുക്കണം. നമ്മളിപ്പോ ഞാനൊരു പൈൻ ഫോറസ്റ്റ് മാപ്പ് ഇട്ടു. ഒരു പ്രൈവറ്റ് ഇട്ടൊരു സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞു. ഏതൊരു ഒരു എന്താ പറയാ ഏതോ ഒരു ദാദന്റെ ഏതോ ഒരു സൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഗഡി എന്താണ് അസീബ് ഹിഡൻ സ്പോട്ട് അറിയില്ലേ? അതിന്റെ റെഡി ഹൈഡ് സ്പോട്ട്. ഇംഗ്ലീഷ് പഠിക്കാനല്ലേ? ഹൈഡ് എന്നാ പറയട്ടോ മറ്റേ തെറ്റൊന്നുമില്ല. വലിയൊന്നുമില്ല. ഹൈഡെന്ന് അല്ല ഹൈഡെന്ന് ഹൈഡെന്ന് പറയാൻ പറ്റില്ല. നമ്മള് ഇവിടെ മാപ്പ് ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഗൂഗിൾ മാപ്പ്. സൗണ്ട് കേൾക്കണില്ലേ? ഏതോ നാടാവോ? അപ്പൊ രാജന്മാരി മുത്തേ